ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഒരു ഫോർ വീലറിൻ്റെ, അതായത് ഒരു കാറിൻ്റെ ഫോർ വീലറിൻ്റെ ഏതെങ്കിലും ബാറ്ററി ഡൗൺ ആയിട്ട് എങ്ങനെ നമുക്ക് അത് ഊരിയെടുത്ത് കാറിൽ നിന്നും അതിന് വെഹിക്കിളിൽ നിന്നും ഊരിയെടുത്തിട്ട് എങ്ങനെ ചാർജ് ചെയ്യണമെന്നുള്ളതാണ്. വളരെ ഉപകാരപ്പെട്ട വീഡിയോയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഒരു ബാറ്ററി, അതായത് ആമറോൻ്റെ ബാറ്ററിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. 40 AH ഒരു ആമറോൺ ബാറ്ററിയാണ്. ആദ്യമേ തന്നെ അതൊരു സ്പാനർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ടെർമിനലിൽ ഒന്ന് പിടിക്കണം. ഏറ്റവും ആദ്യം പോസിറ്റീവ് ടെർമിനലിൽ പിടിക്കുക. ഏറ്റവും ആദ്യം പോസിറ്റീവ് നമ്മളത് മാർക്ക് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് ബാറ്ററിയുടെ സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ടെർമിനലിൽ പിടിക്കുക. അതിനുശേഷം നെഗറ്റീവ് ടെർമിനലിലും പിടിക്കുക. അതിനുശേഷം ബാറ്ററി ഇളക്കം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബേസായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ആമാണിത്, അതും പിടിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ബാറ്ററി വന്ന് നമുക്ക് വണ്ടിയിൽ നിന്ന് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഊരിയെടുക്കുക, അത് മാറ്റി അതിനുശേഷം ബാറ്ററി നമുക്ക് പതുക്കെ ഇളക്കി മാറ്റുക. ഇപ്പോൾ നമുക്ക് ബാറ്ററി ഫ്രീ ആയിട്ടുണ്ട്. ബാറ്ററി ഫ്രീ ആയി. ഇപ്പോൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസ്ഫോമർ സെക്ഷനാണ്. റെക്ടിഫയർ സിസ്റ്റമാണ് നിങ്ങളെ കാണിക്കുന്നത്. അതായത് 12.0 ട്രാൻസ്ഫോമറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 5 ആമ്പിയർ ട്രാൻസ്ഫോമറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോ ബാറ്ററിയുടെയും കപ്പാസിറ്റി അല്ലെങ്കിൽ AH കൂടുന്നതനുസരിച്ചിട്ട് ആമ്പിയർ കൂടുതൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. 12 വോൾട്ട്, 5 ആമ്പിയർ, 10 ആമ്പിയർ, 15 ആമ്പിയർ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഇതൊരു 2 ഡയോഡ് വെച്ചിട്ട് ഫുൾ വേവ് റെക്ടിഫയറാണ് ചെയ്തിരിക്കുന്നത്. 2 ഡയോഡ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ പ്ലസ്സിലേക്ക്, കപ്പാസിറ്ററിൻ്റെ പ്ലസ്സിലേക്ക് കൊടുത്തു. അതിനുശേഷം സെൻറ്റർ ടാപ്പ്, ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്റർ ടാപ്പ് നമ്മളതിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുത്തു. ഇനി അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് കപ്പാസിറ്ററിൻ്റെ പ്ലസ്സിൽ നിന്നും പ്ലസ്സും മൈനസും എടുത്ത് നമുക്ക് ടെസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്യിച്ച് നോക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയമോ കാര്യങ്ങൾ റെക്ടിഫയറിനെ കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നല്ല ഹൈ ആമ്പിയറിൽ തന്നെയാണ് ഷോർട്ട് ആവുന്നത്. അപ്പോൾ നമുക്കത് മൾട്ടിമീറ്റർ ഉപയോഗിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമേ തന്നെ മൾട്ടിമീറ്ററിൻ്റെ DC നമ്മൾ ഇടുക. DC പോയിൻറ്റിലേക്ക് ഇട്ടതിന് ശേഷം ആ കപ്പാസിറ്ററിൻ്റെ അവിടെ നിന്ന് വന്നിരിക്കുന്ന 2 വയർ പ്ലസ്സിൽ മൾട്ടിമീറ്ററിൻ്റെ പ്ലസ്സും മൈനസും കൊടുക്കുക. മൈനസും കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഈ വയറുകൾ തമ്മിൽ ഷോർട്ട് ആവാതെ ശ്രദ്ധിക്കണം. ഷോർട്ട് ചെയ്തതിന് ഹൈ ട്രാൻസ്ഫോമർ കത്തിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. ആ ഇതിൽ നിന്ന് വന്നിരിക്കുന്ന കപ്പാസിറ്റർ വന്നിരുന്ന പ്ലസ്സിലെ പ്ലസ്സും മൈനസിൽ മൈനസും. ഇപ്പോൾ നമ്മൾ കൊടുത്തത് തെറ്റായ രീതിയാണ്, അതുകൊണ്ടാണ് ആ മൈനസ് കാണിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നേരെ തിരിച്ചു കൊടുക്കാം. തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കണ്ടാം. ഇപ്പോൾ ഏകദേശം 19.5 ഏകദേശം 19 വോൾട്ട്, 19.5 വോൾട്ട് ഓൾറെഡി ഉണ്ട്. 12 ട്രാൻസ്ഫോമറിൻ്റെ ആണെങ്കിലും നമ്മളത് റെക്ടിഫിക്കേഷൻ ചെയ്ത് വരുന്ന സമയത്ത് അത്രയും വരും. പിന്നെ അത് നമ്മൾ ലോഡിലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഏകദേശം നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള വോൾട്ടേജ് 12 വോൾട്ട് അല്ലെങ്കിൽ 13 വോൾട്ടേജ് നമുക്ക് ആ റേഞ്ചിൽ കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആ വണ്ടിയിൽ നിന്ന് ഊരിയെടുത്ത ആമറോണിൻ്റെ ബാറ്ററി. അത് നമ്മൾ ഇതിലേന്ന് ആദ്യമേ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എത്ര വോൾട്ടേജ് ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 12.2 വോൾട്ട് ഓൾറെഡി ഉണ്ട്, വോൾട്ടേജ് ഉണ്ട്, പക്ഷേ ആമ്പിയർ ഇല്ല. അതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ആവാൻ ഒരു ഇത് വന്നത്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള പ്ലസ് ബാറ്ററിയുടെ പ്ലസ്സിലേക്കും മൈനസ് ട്രാൻസ്ഫോമറിൽ നിന്നുള്ള കപ്പാസിറ്ററിൽ നിന്നുള്ള മൈനസിലേക്ക് നമ്മൾ കൊടുത്തു. ഇപ്പോൾ അതിന് ശേഷം ലോഡായിട്ട് കണ്ടാൽ നേരത്തെ നമ്മൾ പറഞ്ഞ 19 വോൾട്ട് ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ലോഡായിട്ട് ബാറ്ററിയായിട്ട് കണക്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 19.9 വോൾട്ട്. നമ്മൾ ബാറ്ററി മാത്രം ചെക്ക് ചെയ്ത സമയത്ത് 12.2 വോൾട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ലോഡ്, അതായത് ബാറ്ററിയിലേക്ക് ചാർജിങ് സെക്ഷൻ കണക്ട് ചെയ്ത സമയത്ത് 12.9 വോൾട്ട്. ഇതിങ്ങനെ പതുക്കെ കയറി കുറച്ച് സമയം ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ കഴിയുമ്പോൾ ഏകദേശം 13 സംതിങ് വോൾട്ടേജ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോഴേക്കും ഏകദേശം ബാറ്ററി ഫുള്ളായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്.